നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയ്ക്കുള്ള സഹായം തേടുകയാണ് കുറുമല സ്വദേശിയായ യുവാവ്. കോണിത്തൊടി വീട്ടിൽ 44 വയസ്സുള്ള പ്രകാശാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. ചേലക്കര 15-ാം വാർഡ് കുറുമല സ്വദേശി കോണിത്തൊടി വീട്ടിൽ 44 വയസ്സുള്ള പ്രകാശാണ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സാ ധനസഹായം തേടുന്നത്. വീട് നിർമ്മാണ തൊഴിലാളിയായ പ്രകാശ് വൃക്കരോഗബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, 15-ാം വാർഡിൽ താമസിക്കുന്ന കോണിത്തടി ചാത്തൻ മകൻ പ്രകാശൻ 2 കിഡ്നികളും തകരാറിലായി അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഏകദേശം 10 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നാട്ടിലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേയാണ് ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി 10 ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത്. ഭാര്യയും 11 വയസ്സായ മകളും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാണ്. നമ്മുടെ വാർഡിൽ 15-ാം വാർഡിൽ പ്രകാശൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണെന്ന് നമ്മൾ അറിയിപ്പ് നൽകി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ പ്രകാശനെ കൂലിപ്പണിക്കാണ് പോകുന്നത്. കുടുംബം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് കൈകോർത്തുകൊണ്ട് നമ്മൾ അവരുടെ കുടുംബത്തെയും പ്രകാശൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. വൃക്ക നൽകുന്നതിന് ഭാര്യ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കൈമാറുന്നതിന് സുമനസുകളുടെ സഹായം അനിവാര്യമാണ്. ഇതോടനുബന്ധിച്ചാണ് ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചത്. വാർഡ് മെമ്പർമാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകാശൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും ചേർന്നൊരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. ആ കിഡ്നി മാറ്റി വെക്കലാണ് ശസ്ത്രക്രിയ. അത് കൊടുക്കുന്നത് പ്രകാശൻ്റെ ഭാര്യ തന്നെയാണ്. ഈ ഓപ്പറേഷന് ശേഷം ആകെ പണിക്ക് പോകുന്ന ആൾ പ്രകാശനാണ്, പിന്നെ പ്രകാശൻ്റെ ഭാര്യയുമാണ് പിന്നെ പണിക്ക് പോകുന്ന ആൾ. അപ്പോൾ 2 പേരും പണിക്ക് പോകാത്തൊരു സാഹചര്യമാണ് ഇനി ഈ ഓപ്പറേഷന് ശേഷം നിലനിൽക്കുന്നത്. അപ്പോൾ ആ കാലയളവിലെല്ലാം നമുക്ക് ഈ കുടുംബത്തെ ആകെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഒരു നീണ്ട കാലയളവിൽ ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, ചേലക്കര.